Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi wa bihi nasta'in. Wassalatu wassalamu ala atammanil akmalani ala khatamil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi wa ahli baitihi at-tayyibin at-tahirin wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ പ്രത്യേകമാക്കിയ, രാത്രിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രാധാന്യം, അതേപോലെ രാവിൻ്റെ മഹത്വം, ഇതാണൊരു വിഷയം നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിന് അല്ലാഹുവിൻ്റെ വിശേഷണവുമായി ബന്ധപ്പെട്ട്, നാമവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ രാത്രിയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തത് പലയിടത്ത് വായിക്കുന്നുണ്ട്. അല്ലാഹു രാവിനെ കൊണ്ട് സത്യം ചെയ്തത് നമ്മൾ ചെറിയ സൂറത്തുകളിലാണ് പ്രത്യേക സത്യങ്ങളൊക്കെ വായിക്കുന്നത്. പ്രസ്തുത ആയത്തുകളെ നമ്മളൊന്ന് അനുസ്മരിച്ചാൽ, വല്ലൈലി ഇദാ യഗ്ഷ, അതേപോലെ വല്ലൈലി ഇദാ യഗ്ഷാഹ, അതേപോലെ വല്ലൈലി ഇദ് അദ്ബർ, വല്ലൈലി വമാ വസഖ്, വല്ലൈലി ഇദാ അസ്അസ്, വല്ലൈലി ഇദാ സജ, വല്ലൈലി ഇദാ യസ്ർ. ഇതൊക്കെ രാത്രിയെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. പിന്നെ ഒരിടത്ത് വലയാലിൻ അഷർ, 10 രാവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവ കൊണ്ട് സത്യം ചെയ്ത്. അപ്പോൾ എത്ര സത്യങ്ങൾ ഇവിടെ നമ്മൾ ഓതി. വല്ലൈലി ഇദാ അസ്അസ് എന്ന് പറഞ്ഞാൽ രാത്രി വന്നാൽ അല്ലെങ്കിൽ രാത്രി പിന്നോട്ട് പോയാൽ രണ്ടും പ്രയോഗിക്കും. അസ്അസ് എന്നതിന് രാത്രിയെ കൊണ്ട് സത്യം. അതേപോലെ വല്ലൈലി ഇദ് അദ്ബർ, രാത്രി പിന്നിട്ടാൽ അതുകൊണ്ട് സത്യം. വല്ലൈലി ഇദാ യഗ്ഷ, രാത്രി മൂടിയാൽ. വേറൊരിടത്ത് വല്ലൈലി ഇദാ യഗ്ഷാഹ, രാത്രി പകലിനെ പൊതിഞ്ഞാൽ മൂടിയാൽ അതുകൊണ്ട് സത്യം. പിന്നെ ഒരിടത്ത് വല്ലൈലി വമാ വസഖ് എന്നാണ്, രാത്രി കൊണ്ട് സത്യം, രാത്രി ഉൾക്കൊണ്ടത് കൊണ്ട് സത്യം എന്നാണ്. പകലിലെല്ലാവരും വീട് വിട്ടുപോകും, ജീവജാലങ്ങൾ കൂട് വിട്ടുപോകും. രാത്രിയായാൽ ആളുകൾ വീടണയും, ജന്തുജാലങ്ങൾ കൂടണയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ കൊണ്ടും രാത്രി കൂടണയിപ്പിച്ച, വീടണയിപ്പിച്ച സൃഷ്ടികളെ കൊണ്ടും സത്യം ചെയ്യാണ്. ഇത് രാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഈ സത്യങ്ങളെ ഉണർത്തുന്നത്. ഇതേപോലെ വല്ലൈലി ഇദാ സജ,
അതും രാത്രി ഇരുട്ട് പരത്തിയാൽ അതുകൊണ്ട് സത്യം ചെയ്യാൻ. സൂറത്തു ദുഹയിൽ. പടപ്പുകളെ കൊണ്ട് പടപ്പുകൾക്ക് സത്യം ചെയ്യാൻ പാടില്ല. പടച്ച റബ്ബിന് പടപ്പുകളെ കൊണ്ട് സത്യം ചെയ്യാൻ എന്തിന്? പടച്ചവൻ ഏതൊരു പടപ്പിനെ കൊണ്ടാണോ സത്യം ചെയ്തത്, ആ സത്യം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ സത്യത്തിന് അള്ളാഹു ഉപയോഗിച്ച പടപ്പിൻ്റെ സൃഷ്ടിയുടെ പ്രാധാന്യവും സ്ഥാനവും മനസ്സിലാക്കാൻ. അതാണ് അതിലെ അടിസ്ഥാനം. അള്ളാഹു ഏതൊരു പടപ്പിനെ കൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനൊക്കെ അതിൻ്റെ മഹത്തുണ്ട് എന്നുള്ളത് ഘോഷിക്കാനാണ്. അപ്പോൾ ഇവിടെ രാത്രി കൊണ്ട് എത്ര സത്യങ്ങൾ നമ്മൾ വായിച്ചു? 6-7 തലത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ കൊണ്ട് സത്യം ചെയ്താൽ വായിച്ചത്. അത് രാത്രിയുടെ ഒരു പ്രാധാന്യവും അള്ളാഹുവിങ്കൽ രാത്രിക്കുള്ള ഒരു സ്ഥാനവുമാണ് അറിയിക്കുന്നത്. മാനവീയത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനമുണ്ട്. മജൂസികളുടെ ഒരു ഉപവിഭാഗമാണ് അൽ മാനവീയ എന്ന് പറയുന്ന പ്രസ്ഥാനം. അവരുടെ പ്രത്യേകത, അവർ പറയുന്നത് രാത്രിയിൽ ഇരുട്ട് അത് തിന്മയുടെ സൃഷ്ടാവാണ് എന്നാണ്. തിന്മയുടെ സൃഷ്ടാവ്. പകലിൽ വെട്ടം അത് നന്മയുടെ സൃഷ്ടാവ് എന്നാണ്. അപ്പോൾ അവർ 2 ദൈവങ്ങളെ, 2 സൃഷ്ടാക്കളെ സ്ഥിരീകരിക്കുന്ന വിഭാഗമാണ് മാനവീയത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം. അവർക്ക് 2 ഇലാഹുകളാണ്. ഒന്ന് ഇരുട്ടിൻ്റേതും മറ്റൊന്ന് പ്രകാശത്തിൻ്റേതും. രാത്രിയിൽ ഇരുട്ട് മുറ്റിയാൽ ഒരു നന്മയില്ല, എല്ലാം തിന്മയാണ്. ആ തിന്മകളുടെ ഇലാഹ് ആരാധ്യനാണ് രാത്രി, ഇരുട്ട്. പകലിലാണ് നന്മ സകലതും, പകലിൻ്റെ ഇലാഹാണ് പ്രകാശം. ഇതാണ് അവരുടെ വിശ്വാസം, മാനവീയ മതവിഭാഗത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് പ്രസിദ്ധ കവി അബു തയ്യിബുൽ മുത്തനബ്ബി അന്നത്തെ രാജാവായിരുന്ന ഇഖ്ഷിദി വിഭാഗത്തിൻ്റെ രാജാവായിരുന്ന സൈഫുദ്ദൗലയെ വർണ്ണിച്ചിട്ട് പാടുന്നുണ്ട്. ഫകം ലി ളലാമിൽ ലൈലി ഇൻദക മിൻ യദിൻ യുഹദ്ദിസു അന്നൽ മാനവിയ്യത തക്ദിബു. എന്താ, ഈ മുത്തനബ്ബി പ്രസിദ്ധ കവിയാണ്. മൂപ്പരുടെ കവിത ഏറെ കുറെ സൈഫുദ്ദൗല എന്ന് പറയുന്ന ഭരണാധികാരിയെ പ്രശംസിച്ചും പുകഴ്ത്തിയാണ്. അപ്പോൾ ഒരിക്കൽ മുത്തനബ്ബി എന്ന് പറയുന്ന കവി സൈഫുദ്ദൗല എന്ന് പറയുന്ന ഭരണാധികാരിയെ പ്രശംസിച്ച് പാടിയപ്പോൾ പറഞ്ഞത് ഫകം ലി ളലാമിൽ ലൈലി ഇൻദക മിൻ യദി എന്നാണ്. രാത്രിയുടെ ഇരുട്ടിനെ അനുഗ്രഹവത്താക്കിയ എത്ര പ്രവൃത്തികളും വിജയഗാഥകളും നിങ്ങൾക്കുണ്ട്. തുഹദ്ദിസു അന്നൽ മാനവീയത തക്ദിബു. നിങ്ങളുടെ രാത്രികാലങ്ങളിലുള്ള സേവനങ്ങളും യുദ്ധവിജയങ്ങളും വിളംബരം ചെയ്യുന്നത് മാനവീയ പ്രസ്ഥാനം കളവാണ് പറയുന്നത്, നുണയാണ് പറയുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ മുത്തനബ്ബി സൈഫുദ്ദൗലയോട് പറയാണ്, രാത്രികളിൽ നിങ്ങൾ ചെയ്ത സേവനങ്ങൾ, വിജയങ്ങൾ, നിങ്ങൾ കൊയ്ത വിജയങ്ങൾ അത് ധാരാളമാണ്. അതറിയിക്കുന്നത് മാനവീയ പ്രസ്ഥാനം രാത്രിയെക്കുറിച്ച് പറയുന്ന ചില വിശ്വാസങ്ങളുണ്ട്, അത് കളവാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, രാത്രിയിൽ ഒരു നന്മയില്ല, രാത്രിയുടെ ഇരുട്ട് ഒരു ഖൈറും കൊണ്ടുവരില്ല, എല്ലാം ഷർറാണ് എന്ന മാനവീയ പ്രസ്ഥാനക്കാരുടെ ജൽപ്പനത്തിന് മറുപടിയാണ് സൈഫുദ്ദൗലയുടെ രാത്രികാലങ്ങളിലെ സേവനങ്ങളും യുദ്ധവിജയങ്ങളും എന്നാണ് മുത്തനബ്ബി പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ മാനവീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം, അവർ രാത്രിയുടെ ശത്രുക്കളാണ്. ഇരുട്ടൊരു നന്മയും കൊണ്ടുവരൂല, രാത്രി ഒരു നന്മയും കൊണ്ടുവരൂല എന്നുള്ള വിശ്വാസക്കാരാണ്. പക്ഷേ ദീനുൽ ഇസ്ലാമിൽ രാവും പകലും എന്താ, അള്ളാൻ്റെ സൃഷ്ടിയാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅല അദ്ദുലുമാതി വന്നൂർ. അള്ളാഹുവാണ് വാനങ്ങളെ പടച്ചത്, ഭൂമിയെ പടച്ചത്. ഇരുട്ട് പടച്ചതും പ്രകാശം പടച്ചതും ആരാ?
അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്നാണ്. വാനങ്ങളുടെ സൃഷ്ടിപ്പിൽ, ഭൂമിയുടെ സൃഷ്ടിപ്പിൽ, രാവും പകലും ഒന്നിനു പിറകെ മറ്റൊന്ന് മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സത്യങ്ങൾ എണ്ണാൻ കാരണം എന്താ? സത്യങ്ങൾ എണ്ണാൻ കാരണം രാത്രിയെ കൊണ്ട് അല്ലാഹു പലയിടത്ത് വിശുദ്ധ ഖുർആനിൽ സത്യം ചെയ്തു. ആ സത്യങ്ങൾ എണ്ണാൻ കാരണം രാത്രിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും രാത്രിക്കുള്ള മഹത്വം അറിയാനുമാണ്. അതുകൊണ്ട് നോക്കി നിങ്ങൾ കൽപ്പനകൾ, യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്നാണ്. ഖുമിൽ ലൈൽ, മുസ്സമ്മിലായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വസ്ത്രം പുതച്ച് കിടക്കുന്ന പ്രവാചകനെ വിളിച്ച് രാത്രിയിൽ നമസ്കരിക്കാൻ പറയണം. വമിനൽ ലൈൽ ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. വമിനൽ ലൈലി ഫസബ്ബിഹു വഅദ്ബാറ സുജൂദ്, വമിനൽ ലൈലി ഫസബ്ബിഹു, രാത്രി അല്ലാഹ്ക്ക് പ്രകീർത്തനം നടത്താനുള്ള കൽപ്പനയാണ്. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല എന്നാണ്. വമിനൽ ലൈൽ, രാത്രിയിൽ, ഫസ്ജുദ് ലഹു, അല്ലാഹ്ക്ക് സുജൂദ് ചെയ്തോ, വസബ്ബിഹു ലൈലൻ തവീല എന്നാണ്. ദീർഘ രാത്രിവേളകളിൽ, നിദ്രാവേളകളിൽ അള്ളാഹുവിന് തസ്ബീഹ് എടുത്തോ, അള്ളാഹിനെ പ്രകീർത്തിക്കാൻ പറയണം. അപ്പോൾ രാത്രിയിൽ അള്ളാഹുവിന് പ്രണാമം, അഷ്ടാംഗ പ്രണാമം, സുജൂദ്. രാത്രിയിൽ അള്ളാഹ്ക്ക് തസ്ബീഹ്, അള്ളാഹിനെ പ്രകീർത്തിക്കൽ, ഇതിനൊക്കെ കൽപ്പിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവിനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി ഉറങ്ങാറുണ്ട്. അതേപോലെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമായി തസ്ബീഹിലും നിസ്കാരത്തിലും കഴിയുന്ന അവസ്ഥയാണ്. പുണ്യാളന്മാരുടെ ചരിത്രം വായിക്കുമ്പോഴും കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഹൂൻ എന്നാണ്. പുണ്യാളന്മാർ അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ നിദ്ര കൊണ്ടിരുന്നുള്ളൂ, ഉറങ്ങിയിരുന്നുള്ളൂ എന്നാണ്. ഇബാദുർ റഹ്മാൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇബാദുർ റഹ്മാൻ, അള്ളാഹിൻ്റെ പ്രീതി നേടിയ ഇഷ്ടദാസന്മാർ. അവരെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, അവരുടെ വിശേഷണങ്ങൾ വായിക്കുമ്പോൾ വല്ലദീന യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്നാണ്. വല്ലദീന, ഇബാദുർ റഹ്മാൻ എന്ന അള്ളാഹുവിൻ്റെ പരമകാരുണികൻ്റെ ദാസന്മാർ, യബീതൂന ലി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിന് വേണ്ടി അവർ യബീതൂൻ എന്നാണ്. യബീതൂൻ എന്ന് പറഞ്ഞാൽ ബൈത്തൂത്തത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഉറക്കാണ്, രാത്രി കഴിച്ചു കൂട്ടലാണ്. വല്ലദീന യബീതൂന ലി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിന് വേണ്ടിയിട്ട് രാത്രി കഴിച്ചു കൂട്ടും. എങ്ങനെ? സുജ്ജദൻ വ ഖിയാമ എന്നാണ്. സുജൂദിൽ ഖിയാമിൽ. എന്താ ഉദ്ദേശം? സുജൂദിൽ ഖിയാമിൽ എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിനല്ലദീന മഅക. എന്താ? ഇന്ന റബ്ബക യഅലം, താങ്കളുടെ റബ്ബ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് മനസ്സിലാക്കുന്നു? അന്നക തഖൂമു, താങ്കൾ നമസ്കരിക്കുന്നു, അദ്നാ മിൻ സുലുസൈൽ ലൈൽ, രാത്രിയുടെ 2/3 അടുത്ത ഭാഗം. ഒരു രാത്രിയെ സൂര്യാസ്തമയം മുതൽ ഫജറിൻ്റെ ഉദയം വരെ 3 തിരിച്ചാൽ അതിൽ 2/3 അടുത്ത ഭാഗം നിങ്ങൾ നമസ്കരിക്കുന്നു. അദ്നാ മിൻ സുലുസൈൽ ലൈൽ ഔ നിസ്ഫഹു, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി, ഔ സുലുസഹു, അല്ലെങ്കിൽ രാത്രിൻ്റെ 1/3 നിങ്ങൾ നിസ്കരിക്കുന്നു എന്നത് അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, രാത്രിക്ക് അള്ളാഹു കൽപ്പിച്ച പ്രാധാന്യം, രാത്രിയുടെ മഹത്വം, അത് പൂർവികർ ഉൾക്കൊണ്ടിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയെ എങ്ങനെ കഴിച്ചുകൂട്ടി അതിൽ വർത്തിച്ചു എന്നുള്ളതാണ്. ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഷുറൈഹ് അൽ ഹദ്റമിയുടെ വിഷയത്തിൽ. ഷുറൈഹ് അൽ ഹദ്റമി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിമിതപ്പെടാണ്. എന്താ വിഷയം? ഷുറൈഹുൽ ഹദ്റമിയെക്കുറിച്ച് തിരുസവിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പറയപ്പെട്ടു.
തിരുനബി പ്രതികരിച്ചു, ദാക റജുലുൻ ലാ യതവസ്സദുൽ ഖുർആൻ എന്നാണ്. ദാക റജുലുൻ ലാ യതവസ്സദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ശുറൈഹുൽ ഹദ്റമി രാത്രി ഖുർആൻ താഴേക്കുമായിരുന്നില്ല. ഖുർആൻ സദാ ഓതുന്ന വ്യക്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല ലാ യതവസ്സദുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ മറ്റൊരു വ്യക്തി പരാമർശിക്കപ്പെട്ടു. എന്താ പരാമർശിക്കപ്പെട്ടത്? ഇന്ന ഫുലാനൻ നാമൽ ബാരിഹ, ഒരു വ്യക്തി രാത്രി കിടന്നുറങ്ങി. വലം യുസല്ലി ഷൈഅൻ ഹത്ത അസ്ബഹ, പുലരുവോളം ഒട്ടും നിസ്കരിച്ചില്ല. രാത്രി ആലത്തൂൽ കിടന്നുറങ്ങി, പുലരുവോളം ഒട്ടും നിസ്കരിച്ചില്ല എന്നാണ്. വിശ്വസ്കരിച്ചിട്ടുള്ള കിടക്കണേ, അത് പുലർച്ചെ വരെ ഉറങ്ങി ഒട്ടും നിസ്കരിച്ചില്ല എന്ന് തിരുനബിയോട് പറഞ്ഞപ്പോൾ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം? ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദുനൈഹി എന്നാണ്. ദാക റജുലുൻ, രാത്രി ഒട്ടും നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ആ മനുഷ്യൻ, അയാളുടെ കാതിൽ ശൈത്താൻ മൂത്രമൊഴിച്ചു എന്നാണ്. ദാക റജുലുൻ ബാല ശൈത്താനു ഫീ ഉദുനൈഹി, രാത്രി ഒട്ടും അയാൾ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ ശൈത്താൻ അയാളുടെ കാതുകളിൽ മൂത്രമൊഴിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു ഏറെ പ്രാധാന്യം കൽപ്പിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് രാത്രി. അതിൻ്റെ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെ, ശരിയാണ്, അത് നിദ്രാവേള കൂടിയാണ്. വജഅൽനാ നൗമക്കും സുബാത, ഉറക്ക് അത് വിശ്രമവേളയാണ്, രാത്രി വിശ്രമിക്കാനുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വജഅലൽ ലൈല സകനൻ, രാത്രിയെ വിശ്രമവേളയാക്കിയിരിക്കുന്നു എന്നാണ്. നമ്മളുടെ വിഷയവും ആ ആയത്തുമായി ബന്ധപ്പെട്ടാണ്. വജഅലൽ ലൈല സകനൻ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിലെ പരാമർശമാണ്. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വമുഖ്രിജുൽ മയ്യിതി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ. ഫാലിഖുൽ ഇസ്ബാഹ് വജഅലൽ ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. സൂറത്ത് അൻആമിൽ അല്ലാഹു പറയാണ്. അവിടെ ഫാലിഖുൽ ഇസ്ബാഹ്, അള്ളാഹിൻ്റെ പ്രത്യേകതകൾ പറയാണ്. അള്ളാഹു ആകുന്നു പ്രഭാതത്തെ ഉദിപ്പിക്കുന്നത്. വജഅലൽ ലൈല സകനൻ, അള്ളാഹു രാത്രിയെ സകനാക്കിയിരിക്കുന്നു. എന്താ രാത്രിയെ സകനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാത്രിയെ വിശ്രമിക്കാനുള്ള അവസരമാക്കിയിരിക്കുന്നു. അവിടെ ചില ഖുറാനുകൾ ഒഴിച്ചു ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വായന വജാഇലുൽ ലൈലി സകന എന്നാണ്. അള്ളാഹു രാത്രിയെ വിശ്രമ സമയമാക്കിയവനാകുന്നു എന്നാണ്. ജാഇൽ ഇസ്മു ഫായിലാണ്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹ്ക്ക് ജാഇലുൽ ലൈലി സകനൻ എന്ന പേരുണ്ട്. രാത്രിയെ വിശ്രമസ്ഥാനമാക്കിയവൻ എന്ന പേര് അള്ളാഹുവിനുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അതാണ് അസ്മാഉൽ ഹുസ്നയിൽ ഈ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു പേരുണ്ട് എന്ന് ചിലർ പറഞ്ഞതിനാൽ, പേരുണ്ടായാലും ഇല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണത്, അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിപ്പാണത്, അള്ളാഹിൻ്റെ ഒരു വിശേഷണമാണത്. അള്ളാഹു രാത്രിയെ വിശ്രമ സമയമാക്കിയിരിക്കുന്നു. രാവ് വിശ്രമിക്കാനുള്ളതാണ്. പകലാണെന്ത്? വജഅൽന നഹാറ മആശ, ജീവിത സന്ധാരണത്തിൻ്റെ വേളയാക്കിയത്. പകലിലാണ് അധ്വാനിക്കാനും പണിയെടുക്കാനൊക്കെ നിശ്ചയിച്ചത്. വിധി പൊതുവിലാണ്, ചില ഒറ്റപ്പെട്ട വിഷയങ്ങളില്ല എന്നല്ല. രാത്രി വേളകൾ ജോലിക്ക് സജീവമാക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. പക്ഷേ പൊതുവിൽ ജോലിയുടെ സമയം അതെന്താ? അത് പകലാണ്, രാത്രി വിശ്രമവേളയാണ്. പക്ഷേ ആ വിശ്രമവേളയെ ഒരു വിശ്വാസി തൻ്റെ പാരത്രിക വിജയത്തിന് ഉപയോഗിക്കണം എന്നത് നമ്മളോട് ദീന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർവികർ അങ്ങനെയായിരുന്നു. ഇമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിൻ്റെ അൽ മൗരിദുൽ അദ്ബ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതിൽ ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. വളരെ ഒരു വശ്യമായ ഒരു സംഭവമായതിനാലാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ഒരു ദാർശനികൻ, ഹദീസ് കൊള്ളുന്ന വിഷയത്തിൽ അത്ര സ്വീകാര്യനല്ല ഈ അബ്ദുൽ വാഹിദ് ഇബ്നു സെയ്ദ്. പക്ഷേ എന്നാലും അയാൾക്ക് ചില ദാർശനിക കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വായിക്കാം. ഇമാം
ദഹബിയൊക്കെ രേഖപ്പെടുത്തിയതനുസരിച്ച്. വിഷയം എന്താ? ഈ അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയാണ്, ഒരു സമുദ്രത്തിൽ ഞങ്ങൾ കാറ്റിലും കോളിലും അകപ്പെട്ട് ഒരു ദ്വീപ് അണയേണ്ടി വന്നു. അങ്ങനെ ഞങ്ങളൊരു ദ്വീപ് അണഞ്ഞപ്പോൾ ഫൈദാ ബിറജുലിൻ യഅബുദു സനമൻ, ആ ദ്വീപിലുണ്ട് ഒരു വ്യക്തി ഒരു വിഗ്രഹത്തെ പൂജിക്കണം. അതാണ് ഈ വിശ്വാസി കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞങ്ങൾ ചോദിച്ചു അയ്യുഹർ റജുൽ മൻ തഅബുദ്, അല്ലയോ മനുഷ്യ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പം അദ്ദേഹം വിഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചു, ഈ വിഗ്രഹത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ, അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ് പറയാണ്, ഞങ്ങൾ ദ്വീപണഞ്ഞവർ അയാളോട് പറഞ്ഞു, ഇന്ന മാന ഫിൽ മർക്കബി മൻ യഅമലു ഹാദ, ഞങ്ങളുടെ കപ്പലിൽ ഈ വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞു. വിഗ്രഹത്തെ കൊത്തിയുണ്ടാക്കുന്ന ആളുകൾ ഞങ്ങളുടെ കപ്പലുണ്ട്, നീ ആരാധിക്കുന്ന ഈ വിഗ്രഹത്തെ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവരോട് ആ വിഗ്രഹ ആരാധകൻ പറയാണ്, ഫഅൻതും മൻ തഅബുദൂൻ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പം അദ്ദേഹം പറയാണ്, നഅബുദുല്ലാഹ് അൽ ഹയ്യൽ ഖയ്യൂം, ഞങ്ങൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹു അൽ ഹയ്യൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പം ആ വിഗ്രഹ ആരാധകൻ തിരിച്ചു ചോദ്യം, വമൻഹു, ആരാണ് ആ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്നവൻ? അപ്പം പ്രതികരണം, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു, ഞങ്ങൾ ആരാധിക്കുന്നവൻ അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? ഫിസ്സമാഇ അർശുഹു, അവൻ്റെ അർശ് വാനത്തിന് മുകളിലാണ്. വഫിൽ അർളി സുൽത്താനുഹു, ഭൂമിയിൽ അവൻ്റെ അധികാരവും ആധിപത്യവുമാണ്. വഫിൽ അഹ്യായി വൽ അംവാതി ഖദാഉഹു, ജീവിച്ചിരിപ്പുള്ളവരിലും മരണപ്പെട്ടവരിലും അവൻ്റെ വിധി നടപ്പിലാകും വിധാണ്. ഇങ്ങനെയുള്ള ഹയ്യുൽ ഖയ്യൂമിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന് ഇവർ പ്രതികരിച്ചു. അപ്പം അയാളുടെ ചോദ്യം, കൈഫ അലിംതും ഹാദാ, ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അപ്പം ഞങ്ങൾ അയാളോട് പറഞ്ഞു, വിഗ്രഹാരാധനോട് പറഞ്ഞു, വജ്ജഹ ഇലൈന റസൂലൻ അലമനാ ബിഹി, ആ ആരാധ്യൻ ഞങ്ങൾക്കൊരു റസൂലിനെ പറഞ്ഞയച്ചു, ആ റസൂലാണ് ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്. അപ്പം ആ വിഗ്രഹാരാധകന്റെ ചോദ്യം, ഫമാ ഫഅല റസൂൽ, അപ്പം ആ റസൂൽ എന്താണ് ചെയ്തത് എവിടെ? അപ്പം ഞങ്ങൾ പ്രതികരിച്ചു, ഖബദഹുല്ലാഹ്, ആ റസൂൽ മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തെ മരണത്തിലൂടെ പിടികൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഫഹൽ തറക ഇൻദകും അലാമത്തൻ, എങ്കിൽ ആ മരണപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ വല്ല അടയാളവും വിട്ടേച്ചിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഖദ് തറക ഇൻദനാ കിതാബൽ മലിക്, ആ രാജാവിൻ്റെ ഒരു ഗ്രന്ഥം ഞങ്ങളിൽ വിട്ടേച്ചിട്ടാണ് ആ പ്രവാചകൻ മരണം വരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അയാൾ പറയാണ്, വിഗ്രഹാരാധകൻ പറയാണ്, അറൂനി, എന്നാൽ അതൊന്ന് കാണിച്ചു തരി. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്തു, മുസഫ് കൊണ്ടുപോയി ആ മുസഫ് അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, മാ ആരിഫു ഹാദാ, എനിക്കിത് അറിയില്ല. അപ്പം പറയാണ്, ഫഖറഅനാ അലൈഹി സൂറത്തൻ, ഞങ്ങളൊരു സൂറത്ത് അയാൾക്ക് ഓതി കൊടുത്തു. വഹുവ യബ്കി, അത് കേൾക്കുമ്പോൾ അയാൾ കരയാണ്. എന്നിട്ട് അയാൾ പ്രതികരിച്ചത്, യംബഗി ലി സാഹിബി ഹാദൽ കലാമി അല്ലാ യുഅസാ, ഈ വചനങ്ങളുടെ ഉടമസ്ഥൻ ആരാണോ ആ ഉടമസ്ഥൻ ഒരിക്കലും ധിക്കരിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഫാസലം, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. വിഗ്രഹാരാധകൻ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം പറയാണ്, അബ്ദുൽ വാഹിദ് ബിൻ സാഹിദ് പറയാണ്, വഅല്ലംനാഹു ശറാഇഅൽ ഇസ്ലാം വസുവറ മിനൽ ഖുർആൻ, ഞങ്ങൾ അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ ശരീഅത്തുകൾ അതൊക്കെ പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഏതാനും ചാപ്റ്ററുകൾ പഠിപ്പിച്ചു. അങ്ങനെ ഫലമ്മ ജന്നൽ ലൈൽ സല്ലൈന വ അഖദ്ന മദാജിഅന, രാത്രിയായപ്പോൾ ഞങ്ങൾ നിസ്കരിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ കിടന്ന്. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിച്ച ആൾ
യാ ഖൗം, ഈ ഉറങ്ങണ മുസ്ലിമീങ്ങളെ വിളിച്ചിട്ട്, യാ ഖൗം അൽ ഇലാഹുല്ലദീ ദല്ലൽതുമൂനി അലൈഹി അയനാമു ഇദാ ജന്നല്ലൈൽ. ഉറങ്ങണ മുസ്ലിമീങ്ങളാണ് ഈ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആൾ വിളിച്ചോണ്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഇലാഹ് ഉണ്ടല്ലോ, ആ ഇലാഹ് രാത്രിയായാൽ ഉറങ്ങുക എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പ്രതികരിച്ചു, ലായ അബ്ദല്ലാ വ ഹയ്യുൻ ഖയ്യൂമുൻ ലാ യനാം. ഇലാഹ് ഹയ്യാണ്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവനാണ്, ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനാണ്, ലാ യനാം ഉറങ്ങൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തി പറയാണ്, ബിഇസൽ അബീദു അൻതും തനാമൂൻ വലാ വ മൗലാക്കും ലാ യനാം. അപ്പം നിങ്ങൾ എത്ര മോശക്കാരായ ദാസന്മാർ, നിങ്ങളുടെ മൗലയായ അള്ളാഹു ഉറങ്ങൂല, എങ്ങനെ നിങ്ങൾ ഉറങ്ങും? അതാണ് അയാളുടെ ചോദ്യം. അങ്ങനെ ആ സംഭാഷണം അവിടെ തീർന്നു. അബാദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഇവർ എത്തിയപ്പോൾ ഈ സംഭവത്തിൻ്റെ തുടർച്ചയിൽ കാണാം, കുറച്ച് ദിർഹമുകൾ ഇവർ ശേഖരിച്ച് ആ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആൾക്ക് നൽകി. എന്നിട്ട് പറഞ്ഞു, അംഫിഖ, നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ചെലവഴിച്ചോളിയും എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ പ്രതികരണം ഉണ്ടോ, ഈമാൻ കൽബിൽ കൊണ്ടാൽ എങ്ങനെയെന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദല്ലൽതുമൂനി അലാ തരീഖിൻ ലം തസ്ലുകൂ അന കുൻതു ഫീ ജസീറത്തിൻ ഫിൽ ബഹർ അഅ്ബുദു സനമൻ മിൻ ദൂനിഹി ഫലം യുദയ്യിഉനി ഫകൈഫൽ ആൻ വഖദ് അറഫ്തുഹു. ഇവർ ഈ ദിർഹമുകൾ അയാളുടെ ഒരു ആവശ്യത്തിനാണല്ലോ കൊടുത്തത്. അദ്ദേഹം ഇവരെ ആക്ഷേപിച്ചു, നിങ്ങൾ എനിക്കൊരു വഴി കാണിച്ചു തന്നു, ആ വഴിയിൽ നിങ്ങൾ യഥാവിധം പ്രവേശിച്ചിട്ടില്ല. അയാൾ മുസ്ലിമീങ്ങളോട് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവർ പൈസ കൊടുത്തല്ല അയാൾക്ക്. അപ്പോൾ ആ പൈസയോടുള്ള അയാളുടെ പ്രതികരണമാണ് എന്ത്, ഞാൻ സമുദ്രത്തിൽ ഒരു ദ്വീപിൽ ഒരു വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന കാലത്ത് ആ പടച്ചോനെ ഒഴിവാക്കിയിട്ടില്ല. ഇപ്പം ആ പടച്ചോനെ ഞാൻ മനസ്സിലാക്കി, അതിൽ പിന്നെ എങ്ങനെ ആ പടച്ചോനെ ഒഴിവാക്കും? അതായത് വിഗ്രഹത്തെ ഞാൻ ആരാധിച്ചിരുന്ന സമയത്ത് പടച്ചോൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ ഈ പടച്ചോനെ മനസ്സിലാക്കിയിട്ടില്ല. പടച്ചോനെ മനസ്സിലാക്കി, ഇനി എങ്ങനെ ആ പടച്ചോൻ എന്നെ പാഴാക്കും, കൈയൊഴിക്കും? അതുകൊണ്ട് അവരുടെ ദിർഹം അയാൾക്ക് തന്നെ അവർക്ക് തന്നെ തിരിച്ചു നൽകി എന്നുള്ളതാണ്. പിന്നെ ആ സംഭവത്തിൻ്റെ തുടർച്ചയാണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായൊക്കെ ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ഒരു വിശ്വാസിയെ ഇമാം ഇബ്നുൽ ജൗസി അബ്ദുള്ള വാഹിദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന റിപ്പോർട്ടറിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. രാത്രി നമസ്കരിച്ച് ഉറങ്ങിയ മുസ്ലിമീങ്ങളോട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആ വ്യക്തി ചോദിക്കുന്നത്, അള്ളാഹു ഉറങ്ങൂല രാവിൽ, ആ മൗലയായ അള്ളാഹുവിൻ്റെ ദാസന്മാരായ നിങ്ങൾ എങ്ങനെ രാത്രി ഉറങ്ങും എന്ന് പറഞ്ഞാണ് അയാൾ രാത്രി ചെലവഴിക്കുന്നത്, കഴിച്ചു കൂട്ടുന്നത് എങ്ങനെയായിരിക്കും അത്? തീർച്ചയായും അള്ളാഹുവിന് മുമ്പിൽ പാരായണം ചെയ്തു, ഖുർആൻ പാരായണം ചെയ്തു, നമസ്കരിച്ചൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശോഭനീയ ചരിത്രം പിൽക്കാലത്തേക്ക് നമുക്കായി അത് ക്രോഡീകരിക്കപ്പെട്ടു, രചിക്കപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ്, രാത്രി മുഴുവൻ കിടന്നുറങ്ങി പുലരുവോളം ഒട്ടും നിസ്കരിക്കാതെ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിഷയത്തിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയാളുടെ കാതിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ഭയക്കേണ്ടത്, നമ്മളും അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈശസ്കരിച്ച് കിടന്നുറങ്ങി പുലരുവോളം പുലർച്ചയിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ശൈത്താൻ നമ്മളെ കൊണ്ട് ആ കളി കളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. രാവിൻ്റെ സവിശേഷതയും പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ രാവാകുന്ന അനുഗ്രഹത്തെ നമുക്ക് ഏകി അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് നമുക്കും രാവിൻ്റെ മറവിലും നിറവിലും ചില സുഹൃതങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ്. ഇമാം അലി ഇബ്നു സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ അലി ഇബ്നു സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുഹൃതങ്ങൾ, ആ സുഹൃതങ്ങൾ രാത്രി നിസ്കാരം, ഖുർആൻ പാരായണം മാത്രമല്ല, പിന്നെയോ അദ്ദേഹം അഗതികളെ പോറ്റുമായിരുന്നു. അദ്ദേഹം
വിധവകൾക്ക് ആശ്രയമായിരുന്നു. അഗതികളുടെയും വിധവകളുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിരുന്നത് ഇരുളിൻ്റെ മറവിൽ, രാവിൻ്റെ നിറവിൽ എന്നാണ്. ആർക്കും അറിയില്ല. ഈ അഗതികൾക്കും വിധവകൾക്കും പോലും അറിയില്ല ആരാണ് ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ വീട്ടുപടിക്കൽ വെക്കുന്നത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ്. അലി സൈനുൽ ആബിദീൻ ഭയങ്കര വിനയാന്വിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നാഫിഉ ബിൻ ജുബൈർ എന്ന് പറയുന്ന മൗലയുടെ മുന്നിൽ, അദ്ദേഹം ഉസ്താദാണ് നാഫിഉ ബിൻ ജുബൈർ. അലി സൈനുൽ ആബിദീൻ നബി കുടുംബത്തിൽ തങ്ങന്മാരിൽ പ്രധാനിയാണ്. അദ്ദേഹത്തിന് മുന്നിൽ പോയിട്ട് വിജ്ഞാനം അഭ്യസിക്കാനിരിക്കും. അപ്പോൾ തങ്ങന്മാരിൽപ്പെട്ട മഹാനല്ലേ ഇരിക്കണത് മുന്നിൽ. അപ്പോൾ നാഫിഉ ബിൻ ജുബൈർ ചോദിക്കും, നിങ്ങളുടെ അടുക്കൽ ഞാൻ അങ്ങോട്ട് വരില്ല, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അലി സൈനുൽ ആബിദീൻ പറയാറുള്ളത് എന്താണ്? വിജ്ഞാനം അന്വേഷിച്ച് ചെല്ലുകയാണ് വേണ്ടത്, വിജ്ഞാനത്തെ തേടിപ്പോവുകയാണ് വേണ്ടത്, അല്ലാതെ വിജ്ഞാനം ഒരാളെ തേടി ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിനയാണത്. അദ്ദേഹം ആളുകളോട് പറയാറുണ്ട്, നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടേണ്ടത് അഹിബൂന ഹുബ്ബൽ ഇസ്ലാം വലാ തുഹിബൂന ഹുബ്ബൽ അസ്നാം എന്നാണ്. നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിൻ്റെ സ്നേഹം സ്നേഹിച്ചാൽ മതി, നിങ്ങൾ ഞങ്ങളെ വിഗ്രഹങ്ങളുടെ സ്നേഹം സ്നേഹിക്കേണ്ട എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? അഹിബൂന ഹുബ്ബൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള സ്നേഹം ഉണ്ടല്ലോ, മുസ്ലിമാണ്, നബി കുടുംബമാണ് എന്ന രീതിയിലുള്ള സ്നേഹം അത് മതി. അസ്നാമിൻ്റെ സ്നേഹം വേണ്ടെന്നാണ്. എന്താണ്? വിഗ്രഹങ്ങൾ എങ്ങനെ സ്നേഹിക്കുക? വിഗ്രഹത്തിൻ്റെ വാക്താക്കൾ വിഗ്രഹങ്ങളെ തൊട്ടും വണങ്ങിയും പൂജിച്ചും ഇങ്ങനെയൊക്കെയാണ് വിഗ്രഹത്തിൻ്റെ ആളുകൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അലി സൈനുൽ ആബിദീൻ പറയാണ്, വിഗ്രഹങ്ങളുടെ സ്നേഹം ഹുബ്ബുൽ അസ്നാം അത് ഞങ്ങൾക്ക് വേണ്ട, പിന്നെയോ ഹുബ്ബുൽ ഇസ്ലാം മതി. അതുകൊണ്ട് തന്നെ അലി സൈനുൽ ആബിദീനൊന്നും അന്ന് ആരാധിക്കപ്പെടുകയോ അവരുടെ വിയോഗാനന്തരം അവർ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായില്ല. കാരണം എന്താ? അവർ ജീവിച്ച നാളിൽ അവർ ആളുകളോട് പറഞ്ഞു കൊടുത്തു അപ്പണി വേണ്ട എന്ന്. പക്ഷേ പിൽക്കാലത്ത് എന്താ ഉണ്ടായത്? ഈ അലി സൈനുൽ ആബിദീൻ്റെ പേരമക്കൾ എന്ന് പറയുന്ന തങ്ങന്മാർ പലപ്പോഴും ആരാധിക്കപ്പെടുന്നിടത്തേക്കും വിഗ്രഹങ്ങൾ എങ്ങനെ സ്നേഹിക്കപ്പെടുന്നത് വിഗ്രഹാരാധകരാൽ, അതുപോലെയുള്ള സ്നേഹപ്രകടനങ്ങളും കാണുന്ന അവസ്ഥ വന്നു. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഏതായാലും അലി സൈനുൽ ആബിദീൻ എന്താ വിഷയം? അദ്ദേഹം പറയാറുണ്ട്, ഇന്ന സദഖത ഫീ ദുൽമത്തിൽ ലൈൽ തുത്ഫി ഗദബർ റബ്ബ്. രാത്രിയുടെ ഇരുട്ടിൽ നിർവഹിക്കപ്പെടുന്ന സദഖ അത് റബ്ബിൻ്റെ കോപത്തെ അണക്കും എന്ന്. അതാണ് അലി സൈനുൽ ആബിദീൻ്റെ തത്വം. ഇമാം അലി സൈനുൽ ആബിദീൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തത്വം, ഇന്ന സദഖത ഫീ ദലാമിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ നിർവഹിക്കുന്ന സദഖ അത് തുത്ഫിഉ ഗദബർ റബ്ബ്, റബ്ബിൻ്റെ കോപത്തെ ശമിപ്പിക്കും, കെടുത്തും എന്നാണ്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾക്കറിയാം, സദഖ ചെയ്യുന്നത്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ചെലവഴിച്ചാൽ അതിൻ്റെ മഹത്വം എന്താ? അങ്ങനെയുള്ള സദഖ ചെയ്യേണ്ടതും ചില അനിവാര്യതകളുണ്ടെങ്കിൽ അല്ലാതെ, അതാണ് ഇരുട്ടിൻ്റെ മറവിൽ കൊടുക്കുന്ന സദഖ എന്ന് പറഞ്ഞത്. ലോകമാന്യതയില്ലാതെ, പുറംപൂച്ചില്ലാതെ, പേരെടുക്കാനല്ലാതെ സദഖ നിർവഹിക്കപ്പെടണം. അത് രാത്രിയുടെ മറവിലായിട്ടുണ്ടെങ്കിൽ കേമായി. അലി സൈനുൽ ആബിദീൻ അങ്ങനെയായിരുന്നു വിധവകളെ പോറ്റിയിരുന്നത്, അഗതികൾക്ക് അന്നം നൽകിയിരുന്നത് രാത്രിയിൽ. അതുകൊണ്ടാണ് അലി സൈനുൽ ആബിദീൻ മരിച്ചതിൽ പിന്നെയാണ് ആളുകൾ അറിയുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്ന ആൾ അലി സൈനുൽ ആബിദീനാണ് എന്ന്. കാരണം എന്താ? അദ്ദേഹം മരിച്ചതോട് കൂടിയിട്ട് ഈ ഭക്ഷണം വരവ് നിന്നു. രാത്രി നേരം പുലർന്നിട്ട് കതക് തുറക്കുമ്പോൾ വിധവ കാണുന്നത് ഭക്ഷണക്കൊട്ടയാണ്, വീട്ടുമരത്ത്. അഗതികൾ കാണുന്നത് ഭക്ഷണ പൊതിയാണ്, വീട്ടുമരത്ത്. അവർക്കറിയില്ല ആരാ അത് കൊണ്ടുവന്ന് വെച്ചതെന്ന്. പക്ഷേ രണ്ടു കൂട്ടർക്ക് പിന്നീട് ബോധ്യപ്പെട്ടു അലി സൈനുൽ ആബിദീൻ മരിച്ചപ്പോൾ. ഒരു കൂട്ടർ അദ്ദേഹത്തെ ജനാസ കുളിപ്പിച്ചവരാണ്. ജനാസ കുളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ തഴമ്പാണ്, കൊട്ട വെച്ച തഴമ്പ്, അതേപോലെ ചാക്കി ഏറ്റിയ തഴമ്പ്. എങ്ങനെ ആ തഴമ്പ് വന്നു? പകലിൽ ജോലി ചെയ്യുന്ന രീതിയിൽ അലി സൈനുൽ ആബിദീൻ കാണപ്പെട്ടിട്ടില്ല. പക്ഷേ രാത്രി ഈ ചുവടേറ്റിയ രാവുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അവർക്ക് മനസ്സിലായി അത് അദ്ദേഹത്തിൻ്റെ ദാനം നിർവഹണം അതിൻ്റെ അടയാളാണ് എന്നുള്ളത്. പിന്നെ ഒരു കൂട്ടർക്ക് മനസ്സിലായി അത് ഈ സഹായം ഏറ്റുവാങ്ങിയിരുന്ന വിധവകളും അഗതികളുമാണ്.
അദ്ദേഹത്തിൻ്റെ മരണത്തോട് കൂടിയിട്ട് പിന്നെ നേരം പുലരുമ്പോൾ കതക് തുറന്നാൽ വീട്ടുമരത്ത് കൊട്ടല്ല, അന്നപ്പൊതിയില്ല. അപ്പോൾ ഞങ്ങളുടെ അന്നം അത് ഞങ്ങൾക്ക് കൊണ്ടെത്തിച്ചിരുന്ന ആൾ അലി സൈൻ ലാബിദീൻ എന്ന് അവർ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് രാവിൻ്റെ ഈ ഒരു പ്രത്യേകത, പ്രാധാന്യം, അത് നമ്മളുടെ പൂർവികർ നന്നായി മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് അറിയാൻ ചില ഉദാഹരണങ്ങളാണ്. ഒരു ഹദീസിൽ ഒരു പരാമർശമുണ്ട്, അതിപ്രകാരം: ഫലിദാലിക കാനു യുഫദ്ദിലൂന സലാത്ത ആഖിരിൽ ലൈൽ അല അവ്വലിഹി. പൂർവികർ രാത്രിയുടെ തുടക്കത്തിൽ നമസ്കരിക്കുന്നതിനേക്കാൾ രാത്രിയുടെ ഒടുക്കത്തിൽ നമസ്കരിക്കുവാൻ പ്രത്യേകത കൽപ്പിച്ചിരുന്നു, മഹത്വം കൽപ്പിച്ചിരുന്നു എന്നാണ്. അത് കാരണത്താൽ, ഏത് കാരണത്താൽ, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മളേവരും മനസ്സിലാക്കിയ ഒരു ഹദീസാണ്. രാത്രിയുടെ കുറച്ച് ഭാഗം പിന്നിട്ടാൽ അള്ളാഹുവിൻ്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട്, ആ ഇറക്കവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസ്, അതിൻ്റെ ലഫ്ളുകൾ മുഴുവനാണ് ഞാനിവിടെ ക്രോഡീകരിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുന്നത്. എന്താ? അബു സഈദ് അൽ ഖുദ്രിയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും അഹ്മദും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസ്, അതിലെ പ്രയോഗങ്ങൾ: യൻസിലുല്ലാഹു കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. എല്ലാ രാത്രിയിലും അള്ളാഹു അസ്സമാഉ ദുനിയയിലേക്ക് ഇറങ്ങുമെന്നാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം സമാഉ ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശം, അതിലേക്ക് അള്ളാഹു ഇറങ്ങുമെന്നുള്ളതാണ്. അതെങ്ങനെ? അത് നമുക്കറിയില്ല. ഇറങ്ങുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വവും പൂർണ്ണതയും എത്രമേൽ, ആ മഹത്വത്തിന് അനുയോജ്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങും എന്ന് നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് എന്താ ഇറങ്ങിയാൽ? അത് രാവിൻ്റെ വേളയിൽ അള്ളാഹു പറയും, അനൽ മലിക് അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാവ്. ഹൽ മിൻ ദാഇൻ യദ്ഊനി ഫഅസ്തജീബ ലഹ്. ദുആയിരക്കുന്ന വല്ലവരുമുണ്ടോ, ഞാൻ അവർക്ക് ഉത്തരം നൽകും. രാത്രി അള്ളാഹു ഇറങ്ങിയിട്ട് ഞാനാണ് രാജാവെന്ന് ഘോഷിച്ച് ദുആയിരക്കുന്നവരുണ്ടോ, ഞാൻ അവർക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു പറയും. പിന്നെയോ, ഹൽ മിൻ സായിലിൻ യസ്അലുനി ഫഉതിയഹു. ചോദിക്കുന്നവരുണ്ടോ, അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ ചോദ്യങ്ങൾ ഞാൻ നൽകും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയം ചോദിക്കും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യസ്തഗ്ഫിറൂനി ഫഅഗ്ഫിറ ലഹ്. പാപമോചനത്തിന് വേണ്ടി എന്നോട് തേടുന്നവരുണ്ടോ, പാപം പൊറുക്കാൻ എന്നോട് തേടുന്നവരുണ്ടോ, ഞാൻ അവരുടെ പാപം പൊറുത്തു നൽകും എന്നും ആ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടും. പിന്നെയോ, ഹൽ മിൻ മുദ്നിബിൻ യതൂബ് ഫഅതൂബു അലൈഹി. കുറ്റവാളികളുണ്ടോ, പശ്ചാത്തപിക്കുന്നവരായി, കുറ്റവാളികളുണ്ടോ പശ്ചാത്തപിക്കുന്നവരായി, അവരുടെ പശ്ചാത്താപം ഞാൻ അവർക്ക് അവരുടേത് സ്വീകരിക്കും. ഇതും അള്ളാഹു സുബ്ഹാനഹു വ തആല സമാഉ ദുനിയയിലേക്ക് ഇറങ്ങിയാൽ ആവശ്യപ്പെടുന്നതാണ്. പിന്നെ അടുത്തത് നോക്കി നിങ്ങൾ: മൻ ദല്ലദീ യസ്തർസിഖുനി ഫഅർസുഖഹ്. എന്നോട് അന്നം ചോദിക്കുന്നവർ ആരുണ്ട്, എന്നോട് അന്നം തേടുന്നവർ ആരുണ്ട്, അവർക്ക് ഞാൻ അന്നം നൽകും. അടുത്തത്: മൻ ദല്ലദീ യസ്തക്ഷിഫു ദുർ ഫഅക്ഷിഫഹു ലഹ്. ദുരിതം പോക്കാൻ ആവശ്യപ്പെടുന്നവർ ആരുണ്ട്, അവരുടെ ദുരിതം ഞാൻ പോക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്: ഫലാ യബ്ഖാ മുസ്ലിമുൻ യദ്ഉ ബിദഅവത്തിൻ ഇല്ലാ ഇസ്തജാബ അല്ലാഹ്. ആ സമയം അള്ളാഹിനോട് ദുആ ചെയ്യുന്ന ഒരു മുസ്ലിമും ഇല്ല, അള്ളാഹു അയാളുടെ ദുആക്ക് ജവാബ് നൽകാതെ. രണ്ട് കൂട്ടർ വെച്ച് അതാരൊക്കെ? ഇല്ലാ സാനിയതൻ തസ്ആ ബിഫർജിഹ ഔ അശ്ശാറൻ എന്നാണ്. ഒന്ന് അഭിസാരിക, വ്യഭിചാരി. രണ്ട് അഷാർ എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കുന്നവൻ. ഈ രണ്ട് കൂട്ടരൊഴിച്ച് മുസ്ലിമായി ആരൊക്കെയുണ്ടോ ദുആ ചെയ്യുന്നവരായി, അവരുടെ ദുആക്കെല്ലാം അള്ളാഹു ഉത്തരം നൽകും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. എന്നിട്ട് തിരുനബി പറയാണ്: സുമ്മ യബ്സുതുല്ലാഹു തആല യദൈഹി. പിന്നീട് അള്ളാഹു തൻ്റെ ഇരു കരങ്ങൾ നിവർത്തും. ഫയഖൂൽ, അള്ളാഹു ചോദിക്കും: മൻ യുഖ്രിദു ഗൈറ അദീമിൻ വലാ ദലൂമിൻ.
ഫലാ യസാലു കദാലിക ഹത്താ യുദി അൽ ഫജ്ർ എന്നാണ്. എന്താ മൻ യുഖ്രിദു ഗൈറ അദീമിൻ വലാ ദലൂമിൻ എന്ന് പറഞ്ഞാൽ ആരാണ് സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നവനായിട്ടുള്ളത്? എങ്ങനെ? ഗൈറ അദീമിൻ വലാ ദലൂമിൻ എന്ന് പറഞ്ഞാൽ പിശിക്കാതെ, തീവ്രമാകാതെ, അതിരുവിടാതെ, ലുബ്ധനാകാതെ സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചുകൊണ്ടേയിരിക്കും, അള്ളാഹിൻ്റെ ഇരു കരങ്ങളും നിവർത്തിക്കൊണ്ട്. അത് ഹത്താ യുദീ അൽ ഫജ്ർ, ഫജ്റിൻ്റെ വെട്ടം പരക്കുന്നത് വരേക്കും അങ്ങനെയാണെന്ന്. ഇതൊരു മഹത്തായ ഹദീസാണ്. ഇവിടെ മൻ യുഖ്രിദു എന്ന് പറഞ്ഞില്ലേ, എല്ലാ സൽപ്രവൃത്തികളെയാണ് ഉദ്ദേശിക്കുന്നത്. തീവ്രമാകാതെ, ശുഷ്കമാകാതെ, മിതത്വത്തിൽ സൽപ്രവൃത്തി അനുഷ്ഠിക്കുന്നവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച് തൻ്റെ കൈ നിവർത്തി പുലരുവോളം അങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. ഈ ഹദീസിൻ്റെ ഒടുവിലാണ് നമ്മൾ വായിക്കുന്നത് എന്ത്? ഫലിദാലിക, ഇതിനാൽ കാനു, പൂർവികർ ആയിരുന്നു, യുഫദ്ദിലൂന സ്വലാത്ത ആഖിറിൽ ലൈൽ അല അവ്വലിഹി, രാത്രിയുടെ ആദ്യ സമയത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ രാത്രിൻ്റെ ഒടുവിൽ നിസ്കരിക്കുന്നതിനായിരുന്നു അവർ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതാണ്. രാത്രിൻ്റെ ഒടുവിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈം പഴക്കൂല, ഫജ്റിൻ്റെ തൊട്ട് മുമ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കി, നിങ്ങൾ ദുആ ചെയ്യുന്നവനെ കേൾക്കുന്ന, ചോദിക്കുന്നവന് നൽകുന്ന, പാപമോചനം നടത്തുന്നവൻ്റെ പാപം പൊറുക്കുന്ന, കുറ്റവാളിയുടെ തൗബ സ്വീകരിക്കുന്ന, അന്നം ചോദിക്കുന്നവന് അന്നം നൽകുന്ന, ദുരിതം പോക്കാൻ ചോദിക്കുന്നവന് ദുരിതം പോക്കിക്കൊടുക്കുന്ന അള്ളാഹുവാണ്. എത്ര ആനുകൂല്യങ്ങൾ, എത്ര കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിവർത്തിക്കുന്നത് ആ ഒരു സമയം. അതുകൊണ്ടാണ് രാത്രിയെ ദുആക്ക്, ഇസ്തിഗ്ഫാറിന്, തൗബക്ക്, അന്നം തേടാൻ, ദുരിതം പോക്കാൻ പ്രത്യേകമാക്കണം എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അത് രാത്രിൻ്റെ മറവിൽ, ഇരുട്ടിൻ്റെ നിറവിൽ നമ്മൾ അള്ളാഹ്ക്കുള്ള ഒരു സുജൂദിൽ കിടന്നിട്ടാകുമ്പോൾ പടച്ച തമ്പുരാൻ നമ്മളെ കേൾക്കുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് സുജൂദിൽ നമ്മൾ അള്ളാഹിനോട് ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന ടൈം എപ്പോഴാണ്? സുജൂദാണ്. ആ സുജൂദ് അത് രാത്രിയുടെ ഇരുട്ടിലാകുമ്പോൾ വാചാലമായ ആ രാവിൻ്റെ നിഗൂഢ സമയം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപരിലോകത്ത് കബൂലാക്കാനാണ്. അതുകൊണ്ട് മഹത്തുക്കളൊക്കെ, എത്രയോ മഹത്തുക്കൾ, അവർക്കുള്ള അനുഗ്രഹങ്ങൾ അവർ നേടിയെടുത്തത് ഇരുളിൻ്റെ മറവിലെ ഒരു സുജൂദിൻ്റെ, അതിലെ ദുആയിലാണ്. അതിൽ നിർവഹിച്ചിരുന്ന തസ്ബീഹിൻ്റെ, തഹ്മീദിൻ്റെ, തക്ബീറിൻ്റെ, തഹ്ലീലിൻ്റെ, അതിലൂടെയുള്ള അള്ളാഹുവിലേക്കുള്ള ഖുർബത്തിലൂടെയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ വിഷയം രാത്രിയുടെ പ്രാധാന്യം, അതിൻ്റെ പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കാൻ അള്ളാഹു രാത്രിയെ കൊണ്ട് സത്യം ചെയ്ത വിവിധ വചനങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്, ആയത്തുകൾ. പിന്നെ ആ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമസ്കരിക്കാൻ, തസ്ബീഹിൽ കഴിയാൻ ആവശ്യപ്പെട്ട കൽപ്പനകളുള്ള ആയത്തുകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. പൂർവികർ എങ്ങനെയായിരുന്നു രാത്രിയെ സജീവമാക്കിയിരുന്നത് എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഏതാനും ചരിത്രങ്ങളിലൂടെ ഇവിടെ കേട്ടത്. ഈ രാവുകളൊക്കെ പിന്നിടുന്നവരാണ്, കഴിച്ചുകൂട്ടുന്നവരാണ് നമ്മളും. നമ്മളുടെയൊക്കെ രാത്രി നമുക്ക് ആലോചിക്കാൻ, അന്വേഷിക്കുവാൻ, മനസ്സിൽ കോരാൻ എന്തൊക്കെ പുണ്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെയാണ് ആലോചിക്കേണ്ടത്. നമ്മളുടെ വിഷയത്തിൽ എത്രവിധ പ്രശ്നങ്ങൾ, എത്രവിധ പ്രയാസങ്ങൾ, എത്രവിധ കഷ്ടങ്ങൾ, പല ദുരിതങ്ങൾ, സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ രാവിൻ്റെ സമയങ്ങളിൽ സുജൂദ് അവർക്കുണ്ടോ എന്ന് അവരാലോചിക്കണം. ആ സുജൂദിൽ അവർക്ക് ദുആയുണ്ടോ എന്ന് അവരാലോചിക്കണം. തസ്ബീഹ്, അതേപോലെ തന്നെ സുജൂദ്. അതുകൊണ്ട് രാവിനെ സജീവമാക്കണം, അല്ലാഹുവിൻ്റെ കൽപ്പന. വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീല എന്നാണ്. തസ്ബീഹും സുജൂദും അത് രാവിനെ സജീവമാക്കാനുള്ളതാണ്. അങ്ങനെ സജീവമാക്കിയിട്ടുണ്ടെന്നുള്ളത് അവരാലോചിക്കണം. ഏതായാലും
അള്ളാഹു സുബ്ഹാനഹു വ തആല രാവിനെ സൃഷ്ടിച്ചു. രാവിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിശേഷണം നൽകി. അതെന്താ? രാവ് സെക്കനാണ്, വിശ്രമ സമയമാണ്. ലിതസ്കുനു ഫീഹി എന്നാണ്, രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കുന്നതിന് വേണ്ടി രാവിനെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്നാണ്. വിശ്രമവേളയാണ്, സമാധാനം കൊള്ളാൻ ശാന്തമായ ഒരു സാഹചര്യമാണ് രാത്രി. പക്ഷേ അതിൽ കേവലം നിദ്ര മാത്രമല്ല രാത്രിയിൽ ഒരു മുസൽമാൻ്റെ ഷുഗുൽ, ജോലി. പിന്നെയോ അതിനപ്പുറം മുസൽമാന് ചില അമലുകളുണ്ട്, ചില പുണ്യങ്ങളുണ്ട്. ആ രാവിനെ സജീവമാക്കാൻ ചില സൽപ്രവൃത്തികളുണ്ട് എന്ന് വായിക്കാനാണ് ഈ ഒരു വിഷയം ഇവിടെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഇലുൽ ലൈലി സകനൻ, രാത്രിയെ വിശ്രമ സമയമാക്കി സൃഷ്ടിച്ചവനാണ്, നിശ്ചയിച്ചവനാണ്. അതാണ് അള്ളാഹുവിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഇവിടെ പണ്ഡിതന്മാർ എടുത്തുദ്ധരിച്ച ഭാഗം. ഇപ്പം ഇന്ന് ഇവിടെ അനൗൺസ് ചെയ്ത് നമ്മൾ കേട്ട്, രാത്രി 9 മണിക്ക് ഈശ നിസ്കാരം കഴിഞ്ഞ് 9 മണിയായിട്ടുണ്ട് എങ്കിൽ ഈ പള്ളിയിൽ ഗ്രഹണ നിസ്കാരമുണ്ട്. ഗ്രഹണ നിസ്കാരം ചന്ദ്രഗ്രഹണം രാത്രി. ഇന്ന് ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്ന ഒരു സമയമാണ് നമ്മൾ സ്വീകരിക്കാനിരിക്കുന്നത്. ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ, സൂര്യന് ഗ്രഹണം ബാധിച്ചാൽ നമ്മളോട് പറഞ്ഞത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫസല്ലു, നിങ്ങൾ നിസ്കരിച്ചോളി, ഫദ്ഉല്ലാഹ്, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്തോളി, തസദ്ദഖു, സദഖ ചെയ്തോളി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള കൽപ്പന. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിസ്കരിക്കാൻ നിൽക്കുമായിരുന്നു എന്നാണ്. ആ നിസ്കാരം തിരുദൂതരുടേത് ഹത്ത യൻജലിയ എന്നാണ്, ഗ്രഹണം നീങ്ങുന്നത് വരേക്കും തുടരുമായിരുന്നു എന്നുള്ളതാണ്. ഗ്രഹണ നിസ്കാരം ആ രീതിയിലാണല്ലോ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ശൈലി. 4 റുകൂഉകൾ, 4 സുജൂദുകൾ, അതിൽ 4 നൃത്തം, അതിൽ ദീർഘനേരം പാരായണം, സുജൂദിലും റുകൂയിലും ദീർഘനേരം തസ്ബീഹുകൾ, സുജൂദിൽ ദീർഘനേരം തസ്ബീഹും ദുആവും, ഇങ്ങനെയാണല്ലോ. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചന്ദ്രഗ്രഹണം അത് രാവിലാണ്. ആ രാവിലെ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു അനുഗ്രഹമാണ്. അത് ഇവിടെ സന്ദർഭോചിതമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി, തുണയേകി അള്ളാഹു നമ്മളെയെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ഫضലിനാൽ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ അള്ളാഹു നികത്തുമാറാവട്ടെ. എല്ലാ നന്മകളിലേക്കും അള്ളാഹു നമുക്ക് ഉദവിയും തുറവിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കളെ ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു വേദിയിൽ, സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും തുണയേകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.